ഈ ലോകത്ത് 3 നിലക്കുള്ള ആൾമാരുള്ളാർ. അതില് ഒന്നാമത്തെ വിഭാഗമായിട്ടേക്കര് ജീവിതത്തില് തപ്പു ആക്കിറാറ്. ആ തപ്പു ആക്കിയോണ്ട് കണ്ടെങ്കിൽ അള്ളാഹുടോട്ട മാഫ് കേക്കില്ല. എത്രയും നല്ല നാള് വന്നോണ്ട് കണ്ടെങ്കിൽ അത് പിറന്നാളാവട്ടെ, നോമ്പാവട്ടെ, റജബാവട്ടെ, ഷഅബാനാവട്ടെ, എങ്ങനത്തെ നാള് വന്നെങ്കും അങ്ങ എപ്പോഴും ബെടക്കായിട്ട് ജീവിക്കാറായിട്ടിക്കാറ്. അങ്ങായിട്ടിക്കര് മുനാഫിഖ്. രണ്ടാമത്തെ വിഭാഗമായിട്ടിക്കര് ജീവിതത്തിൽ തപ്പു ചെല്ലതേ ഇല്ലാത്ത ആൾമാർ. എന്നെങ്കും അങ്ങ അള്ളാഹുടോട്ട മാഫ് കേൾക്കാറ്. എല്ലാ ടൈമിലും അള്ളാഹു ബേനായിട്ട് ഇബാദത്ത് എടുക്കാറ്. അങ്ങായിട്ടിക്കാറ് അംബിയ മുർസലിങ്ങ. അതിൽപ്പെട്ട ആളായിട്ടിക്കര് ലോകത്ത് നേതാവ് സയ്യിദുൽ വജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ എല്ലാ നാളിലും 100 ഇസ്തിഗ്ഫാർ ചെന്നോയിന്ത്. അള്ളാഹുമായിട്ട് മുട്ടായോണ്ടിന്ത്, അള്ളാഹുബേനായിട്ട് ഇബാദത്ത് എടുത്തോണ്ടിന്ത്. ഇതായിട്ടിക്കര് രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തെ വിഭാഗമായിട്ടിക്കര് തപ്പു ആക്കിറാറ്. ആ തപ്പുകു അള്ളാഹുടോട്ടെ ഖേദിച്ചു മടങ്ങുറാറ്. എല്ലാ ടൈമിലും അള്ളാഹുടോട്ടെ പേടിച്ച് മടങ്ങുറ ആൾമാറായിട്ടിക്കാറ്. അള്ളാഹുടെ ഭയന്നിട്ട് അള്ളാഹുടോട്ടെ ബുൽപുട്ട് ഖേദിച്ച ആൾമാറായിട്ടിക്കര് മൂന്നാമത്തെ ആൾമാർ. അതിൽപ്പെട്ട ആളല്ലേ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. അള്ളാഹുടെ പേടിച്ചിട്ട് നാണ് തപ്പാക്കിയ ചെന്നിട്ട് വലിയ സമ്പത്ത് കൊട്ടാരമേ ബുട്ടാലല്ലേ. എല്ലാം വേണ്ട, നക്ക് അള്ളാഹു മാഫ് തരണു ചെന്നിട്ട് അള്ളാഹു ബേനായിട്ട് ജീവിച്ചാലല്ലേ. ഇതായിട്ടിക്കര് മൂന്നാമത്തെ വിഭാഗ. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ഞങ്ങളെ ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. ഒരു നാൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുട്ട ഒരു ബാലക്കാര് വല്ലാത്ത ബുൽപ്പുമായിട്ട് വന്നോണ്ടുള്ള വല്ലാത്ത കറിച്ചലായിട്ടിക്കരേ. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ വ്യക്തിരോട്ട കേക്കരേ, ഓ മനുഷ്യാ, നീ എന്തേ ഈനം ബുൽപുട്ടോണ്ടുള്ളോ? അപ്പ ആ മനുഷ്യ ചെല്ലാൻ ആണ് വലിയ തപ്പാക്കിരേ, ನಾನು ಬೆಲ್ಯ ತಪ್ಪಾಕಿರೆ ಎಂದ್ರೋ ಚೆಂದಿಟ್ಟು ಉಮರ್ റളിയല്ലാഹു അൻഹു ആ വ്യക്തിരോട്ട കേട്ടപ്പ ആ വ്യക്തി ചെല്ലോ തുടങ്ങരേ, നാ മദീനത്തുള്ള എല്ലാ ആൽമാരോ മയ്യത്ത് പരിപാലന ആക്ര ആലായിട്ടിക്കരേ. എല്ലാ ആൽമാരോ മയ്യത്ത് പരിപാലന ആക്യൊൽ പിന്നെ ആ ഖബർസ്ഥാനത്തിൽ അങ്ങനെ ദഫാനാക്യൊൽ പിന്നെ അണ്ടത്തോ പാതിരുജാവുക പോയിട്ട് ആ കഫന് തുണിര കട്ടോണ്ടിന്നിട്ട് ആ കഫന് തുണിര കട്ടിട്ട് അതിരോ ബിത്ത് നണ്ട ഫാമിൽ നോക്കോണ്ടിന്നെ. അങ്ങനെ ഒരു നാളതാ അൻസാറിൽപ്പെട്ട ഒരു പെണ്ണ് മരിക്കാല്. അങ്ങനെ മയ്യത്ത് പരിപാലന വേനായിട്ട് ഞാൻ പോണ്ടേ. അവളുടേതാ ആ കബറുസ്ഥാനത്ത് ഇട്ടൊൽ പിന്നെ ദഫനാക്കൊൽ പിന്നെ ഞാനതാ തിരിച്ച് ഔത്തുവണ്ടേ. അതേപോലെ അണ്ടത്തൊനാലും ഞാൻ അതേപോലെ ആ കബറുസ്ഥാനത്ത് മുട്ട പോണ്ടേ. അങ്ങനെ കബറു മാന്തിട്ട് ആ കബറിലുള്ള ആ കഫന് തുണിര എടുത്തിട്ട് നണ്ട് മനസ്സ് വല്ലാത്ത ഒരു വികാര ഈ പെണ്ണ ನಾನು ವ್ಯಭಿಚಾರ ಹಾಕೋನು.
അങ്ങനെ ആ മനുഷ്യ ആ പെണ്ണൊരു വ്യഭിചാരാക്കി പോണ്ടോ ആ ഖബറിൽ നിന്ന് അശരീരവാണി കേക്കരേ ഓ മനുഷ്യ ഞാൻ ആഖിറത്ത് പോകുമ്പോ അതിര മുന്നലായിട്ട് നീ നണ്ട ജനാപത്തുകാരിയായിട്ട് കർത്തിയോണ്ടുള്ളല്ലേ ഈ മനുഷ്യ വല്ലാത്ത ഒരു തലബെച്ചത്തില് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചെല്ലുമ്പോ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ആ വ്യക്തിയുടെ കൈ പിടിച്ചിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട പോണ്ടു അങ്ങനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്ട് ഇങ്ങനെ വിഷയ അറിവാക്കി കൊടുക്കറോ തങ്ങ ചെന്ത് നീ ഊണു നിക്കണ്ട നീ ഊടെ നിക്കനായതല്ല നീ ഊട്ടപ്പോ ചെന്നിട്ട് ഭയങ്കരമായ അർസത്തിൽ ചെല്ല് അങ്ങനെ ആ മനുഷ്യ വല്ലാത്ത ബേജാറില് ഒരു കുട്ടേക്ക് പോയിട്ട് അല്ലാഹുടോട്ട തൗബ തേട് തുടങ്ങര് അങ്ങനെ വല്ലാത്ത തൗബ ജാവുകിടീനാറ നിസ്കാര പോലുമാന ഇടീ നോമ്പൈറ്റിക്കരേ അങ്ങനെ ദാ നാപ്പൊണാൽ ഇങ്ങനെ ആക്കുമ്പോ ആ മനുഷ്യ അല്ലാഹുടോട്ട ദുവർക്കര് അല്ലാഹുവേ നണ്ട് തൗബ നീ സ്വീകരിച്ചോണ്ട് കണ്ണെങ്കി നണ്ട നീ ഇപ്പമേ മരിപാട്ടണോ അല്ലെങ്ക ആകാശത്തിൽ നിന്ന് തീട കാന്തി നണ്ട കരിച്ച് കലയണോ അങ്ങനെ അല്ലാഹു ആ മനുഷ്യർ ആ സമയത്തിലും അരിപ്പാട്ര അതാ അല്ലാഹു ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഡോട്ട് ചൽഡ ഈ മനുഷ്യർ മൗത്തു നല്ല നിലക്കൈടി ചെന്നിട്ട് സന്തോഷ വാർത്ത ഹബീബായ തങ്ങുക എട്ടുപാട്ടണോ അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബായ തങ്ങളോട്ട് പോയിട്ട് ചൽഡ് യാ റസൂലല്ലാഹ് ആ നാപ്പൊണാല് മുന്നല് തങ്ങളോട്ട് വന്ന വ്യക്തിരോ അല്ലാഹു തൗബ സ്വീകരിച്ചിരാ ആ വ്യക്തി മരിച്ചു പോയിട്ട് നബിയേ അതുകൊണ്ട് നന്റെ പിറസത്ത് മുഅ്മിനീങ്ങളെ ഞങ്ങൾ എത്ര തപ്പായിക്കൊണ്ട് കണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് അല്ലാഹു ഞങ്ങൾക്ക് മാഫാക്കി തണ്ട 100 തോലും കൊന്ന ആൾക്ക് അല്ലാഹു പുറത്തു കൊടുത്തില്ലേ വ്യഭിചാരിയായ പെണ്ണ് അതാ നായിക തന്ന് കൊടുത്ത കാരണം കൊണ്ട് സ്വർഗ കൊടുത്തില്ലേ അതുകൊണ്ട് ഞങ്ങൾ നല്ല നിലക്കുള്ള നല്ല നാലിങ്ങ കടന്നു വന്നോണ്ടുണ്ടോ റജബും ശഅബാനും റമളാനും ഇങ്ങനെയുള്ള നല്ല നാല് വരുമ്പോ നല്ല നിലക്ക് തൗബ എടുക്കണോ അല്ലാഹു ആ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തുമാറാകട്ടെ ഇത്തര ചെന്നിട്ട് നന്റെ പലക്കത്തു നിപ്പാട്ടെ